പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച സീനിയർ സിപിഒ ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. ഉമേഷിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പിരിച്ചുവിടലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉമേഷ് വള്ളിക്കുന്ന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇതിനകം 3 സസ്പെൻഷനുകളും നിരവധി അച്ചടക്ക നടപടികളും നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഉമേഷ് വള്ളിക്കുന്ന്. സർവീസിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ 15 ദിവസത്തിനകം നേരിട്ടോ രേഖാമൂലമോ മറുപടി നൽകണമെന്നാണ് ഉമേഷ് വള്ളിക്കുന്നിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെടുന്നത്. സാധാരണയായി സർവീസിലുള്ള പോലീസുകാർ സോഷ്യൽ മീഡിയകളിൽ ഉന്നത ഉദ്യോഗസ്ഥരെയോ പോലീസ് സിസ്റ്റത്തെയോ വിമർശിച്ചോ പരിഹസിച്ചോ പോസ്റ്റുകൾ ചെയ്യാറില്ല. പക്ഷേ ഉമേഷ് വള്ളിക്കുന്നെന്ന പേര് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസ് സിസ്റ്റത്തെയും വിമർശിച്ച് തുടർച്ചയായി നടത്തിയ പോസ്റ്റുകളാണ് പിരിച്ചുവിടാനുള്ള കാരണങ്ങളായി ഉമേഷ് വള്ളിക്കുന്നിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ അക്കമിട്ട് ജില്ലാ പോലീസ് മേധാവി നിരത്തുന്നത്. 11 അച്ചടക്ക ലംഘനങ്ങളാണ് ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നത്. ഇതിൽ ആദ്യത്തേത് 2017 സംഭവമാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കും യതീഷ് ചന്ദ്ര IPSനും കുടപിടിച്ച് നൽകുന്ന പോലീസുകാരുടെ ഫോട്ടോയുമായി ഫേസ്ബുക്കിൽ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇതിൽ ആദ്യത്തേത്. പിന്നീട് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, പന്തീരങ്കാവ് സ്റ്റേഷനുകളിലും സിറ്റി കൺട്രോൾ റൂമിലും സർവീസിലിരിക്കെ നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പ്രധാനമായും ഈ 11 എണ്ണങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതേസമയം കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായി മറുപടി നൽകുമെന്നും താൻ ആരെയും ഇകഴ്ത്തിക്കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല, പോലീസ് സേനയിലെ ചില പുഴുക്കുത്തുകളെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നുകാട്ടാൻ ശ്രമിച്ചത് എന്നുമാണ് ഉമേഷ് വള്ളിക്കുന്നിന്റെ പ്രതികരണം. നമ്മൾ ഉചിതമായ മറുപടി കൊടുക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നടപടി ഉണ്ടെങ്കിൽ ട്രിബ്യൂണലിലും കോടതിയിലുമായിട്ട് നമ്മൾ അതിനെ നേരിടും. നോട്ടീസിൽ പറയുന്നത് സേനയ്ക്ക് കളങ്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സേനയ്ക്ക് നമ്മളൊരു കളങ്കം ഉണ്ടാക്കിയിട്ടില്ല. സേനയ്ക്ക് കളങ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കീടങ്ങളെയും അഴിമതിക്കാരെയും പറഞ്ഞ കള്ളന്മാരെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ അവർ സേനയ്ക്കെതിരെ, സർക്കാരിനെതിരെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആരാണ് കളങ്കം ഉണ്ടാക്കിയതെന്ന്. പോലീസിൽ നിന്ന് ഇവർ പുറത്താക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയാലും നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. തീർച്ചയായിട്ടും ഞാൻ പോലീസ് ജോലി ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. ജോലിയിലൊരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച് എന്തെങ്കിലും ചുമതല എടുക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരം ഓഫീസർമാർ പെടുന്ന പോലെയുള്ള ഇടപാടുകളിൽ പെട്ടിട്ട് ഒന്നുമല്ല ഞാൻ സസ്പെൻഷനോ നടപടികളോ വാങ്ങിയിട്ടുള്ളത്. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്. വിശദീകരണം എന്തു തന്നെ നൽകിയാലും അത് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് കരുതുന്നത് എന്നുകൂടി ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ കൂടിയാണ് ഉമേഷ് വള്ളിക്കുന്നിന്റെ തീരുമാനം. എന്തുതന്നെയായാലും 11 അച്ചടക്ക ലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് നൽകിയിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മറുപടി നൽകും എന്നുകൂടിയാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത്.